Shurabharati Shongit Kala Kendra shines in Kerala. On 27th May 2025, the Kerala State Annual Convocation was celebrated at the elegant East Coast Party Hall, Thiruvananthapuram, marking another proud milestone for Shurabharati's cultural mission. As the first cultural organization from Bengal to host such a convocation in Kerala, Shurabharati strengthened its bond of artistic exchange and cultural unity across states. The event commenced with unforgettable moments that touched our hearts. Guided by President Sri Arijit Chakraborty and founder and secretary Sri Brojo Bihari Chakraborty, everyone admired Shurabharati's efforts to spread cultural awareness beyond Bengal. Let's find out what they shared about the initiative. സുഗോപാധി സംഗീത കലാകേന്ദ്രയുടെ ഈ ഒരു പരിപാടിയിൽ എന്നെ വിളിച്ച് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പരിപാടി ഈ സുഗോപാധി സംഗീത കലാകേന്ദ്രയുടെ നിലവിലെ സിലബസുകളും മറ്റും ബിഗിനറായ കുട്ടികളൊക്കെ വളരെ നന്നായി നല്ല രീതിയിൽ പഠിക്കുന്നതിനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടേത്, തൃശ്ശൂർ ജില്ലയിൽ വരുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിൽ 300-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്. അവർക്ക് വേണ്ടുന്നതായ മിഡ് ടേം അങ്ങനെയുള്ള എക്സാമിനേഷൻസ് വേണ്ട സിലബസുകൾ ഈ സുഗോപാധിയുടെ സപ്പോർട്ടുകളും അവരുടെ സിലബസ് രീതികളാണ് നമ്മൾ എടുത്തു വരുന്നത്. അത് നമ്മൾ യൂണിവേഴ്സിറ്റി മുഖാന്തരം അപ്രൂവ് ചെയ്യുകയും UK യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അംഗീകാരം മേടിച്ച് അതിൻ്റെ രീതിയിലാണ് അത് പോകുകയും വരുന്നത്. എന്നാലും ഈ കോൺവക്കേഷൻ നടത്തിയ സുഗോപാധിയോട് വളരെ അഭിനന്ദനീയമാണ്. നമസ്കാരം, ഞാൻ സദാനന്ദ്, കമ്മിങ് ഫ്രം സുൽത്താൻ ബത്തേരി. ഇറ്റ് ഈസ് ദ വെരി പാർട്ട്ഫുൾ ഓർ വെരി ലവ്ലിയസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 7 yearsആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലൊരു എക്സാമിനേഷൻ നടത്താനും കലയെ അനുബന്ധിച്ച് എക്സാം നടത്താനും അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും നല്ല ഓപ്പർച്യൂണിറ്റികൾ, നല്ല അവസരങ്ങൾ സൃഷ്ടിക്കാനും സുഗോഭാരതി സംഗീത കലാകേന്ദ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞതിൽ ഞാൻ ശരിക്കും പ്രൗഡാണ്. ഇത്രയും നല്ലൊരു പാർട്ട് എനിക്ക് ഉണ്ടാകാനായിട്ട് സാധിച്ചതിന് സുഗോഭാരതി സംഗീത കലാസഭയോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു. സുഗോഭാരതി സംഗീത കലാകേന്ദ്രയുടെ ഈ 5 വർഷമായിട്ട് ഞങ്ങൾ അപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും ഈ പരീക്ഷ എഴുതി പാസ്സാവാനൊക്കെയുള്ള കോച്ചിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്നൊരു എക്സാമാണ്. അവിടെ ഇത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, പ്രാക്ടിക്കലുണ്ട്. അവർ നല്ല രീതിയിലാണ് എക്സാം നടക്കുന്നത്. ഓരോ ഇയർ ആദ്യ മധ്യ പൂർണ്ണ ബിഗിനേഴ്സിനുള്ളതും പിന്നെ ഫസ്റ്റ് ഇയർ നാട്യശ്രീ പറയുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ വരും. പിന്നെ ലാസ്റ്റ് ചൂടാമണി എക്സാമിനേഷൻ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നൊരു എക്സാമിനേഷനാണ്. സർട്ടിഫിക്കറ്റ് വാല്യൂഡാണ്. അപ്പോൾ സുഗോഭാരതി സംഗീത കലാകേന്ദ്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതിൻ്റെ പിന്നെ എക്സാമിന് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. Sincere thanks to Shurabharati Sangeeta Kalakendra because it was a wonderful experience over here in Kerala. They also came the first time, I think. We conducted a program to be together, conduct a program, but it was wonderful. Then next time we will conduct better than this. നമുക്കൊരു വലിയൊരു ഓഡിറ്റോറിയം എടുത്തിട്ട് കുറച്ചുകൂടി വലുതായിട്ട് ചെയ്യാൻ ഉള്ള ആഗ്രഹമുണ്ട് മനസ്സിൽ. ഇവർ അവിടുന്ന് വന്നിട്ട് അവർക്ക് വേണ്ടത്ര നമുക്ക് ട്രീറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ നമ്മളെ സ്റ്റുഡൻസിന് ഇത്തരം ഒരു വിദ്യാകേന്ദ്രയുടെ ഇത്രയും നല്ലൊരു വാല്യൂഡ് സർട്ടിഫിക്കറ്റ്, ദേ ആർ പ്രൊവൈഡിങ് വാല്യൂഡ് സർട്ടിഫിക്കറ്റ്. സോ നമുക്ക് കഴിയുന്നത്ര കുട്ടികളെ നമുക്ക് ഇതിലെ എക്സാമിലേക്ക് എഴുതിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇയർ മുതൽ ഞാൻ പല്ലവി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കോഴിക്കോടാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്. we will write exam next year, maximum students. Thank you സുഗോഭാരതി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ശാലിനി എന്നാണ്. ഞങ്ങളുടെ ആദ്യ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ചെയർമാനാണ് ഞാൻ. വളരെ സന്തോഷമുണ്ട്. സുഗോഭാരതി സംഗീത കലാകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഞാൻ 4 yearsആയിട്ട് പ്രവർത്തിക്കുന്നു. അതിനകത്തൂടെ ഞങ്ങളൊരു 100ഓളം കുട്ടികൾ അതിലെ അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിൻ്റെ പ്രോസസ്സുകളൊക്കെ നമ്മൾ ചെയ്തു വരുന്നു. ഇത്തരത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ പറ്റുന്ന കലാപരമായ കാര്യങ്ങൾക്ക് പലപ്പോഴും നമുക്ക് സർട്ടിഫിക്കറ്റ്സുകൾ കിട്ടാറില്ല. അത് അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കുറവാണ്. പക്ഷേ അതുകൊണ്ട് നല്ലൊരിതാണ്, അധ്യാപകർക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസാണ്. കേരളത്തിൽ ഇങ്ങനെ വരികയും
ഇങ്ങനൊരു ഒക്കേഷനിൽ നമ്മളെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ആദ്യമായിട്ടാണ്. അത് ചെയ്തത് സുറോഭാരതി സംഗീത് കലാകേന്ദ്രമാണ്. അതിന് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. ഇതിലൂടെ ഒരുപാട് കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ച് അടുത്ത വർഷം നമുക്ക് വളരെ വലിയൊരു സെറമണിയാക്കി മാറ്റണമെന്നും ഒരുപാട് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വർഷം ഞങ്ങളുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് ഒരുപാട് കുട്ടികളും ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. താങ്ക് യു. നൃത്യ എന്ന് പറയുന്ന നമ്മുടെ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള സെൻറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 6 വർഷമായിട്ട് സീറോ ഭാരതിയുടെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിനും നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഫോംസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ഇന്ത്യയിലെന്നല്ല ലോകത്തുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 60 സ്റ്റുഡൻസ് ഞങ്ങൾക്ക് ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ എന്താണ് അവർക്ക് അത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ രീതിയിലുമുള്ള ഇന്ത്യൻ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ, ഡിഫറെൻ്റ് ആർട്ട് ഫോംസ്, ഇതൊക്കെ നമ്മൾ അവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്ന സുരോ ഭാരതി സംഗീത് കലാകേന്ദ്ര ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. സാറെടുക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ഈ അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നമുക്ക് കളക്റ്റീവായിട്ട് ഇതിനെ കുറച്ചുകൂടി നല്ല ഹൈറ്റ്സിൽ എത്തിക്കാനായിട്ട് പരമാവധി നമുക്ക് ശ്രമിക്കാം. പിന്നെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനും ഇവിടെ വരുന്നതിനും ഈ ഒരു മൊമെൻ്റോ ഏറ്റുവാങ്ങുന്നതിനും അവസരം തന്ന സുറോ ഭാരതി സംഗീത കലാകേന്ദ്ര ഈ അവസരത്തിലുള്ള ഞങ്ങളുടെ നൃത്യ കലാകേന്ദ്രത്തിൻ്റെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. കല മീൻസ് ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. Because what we know, we learn and we teach, so that we can, next generation, we can, whatever knowledge we got, we have to definitely we have to pass on to next generation. We should not take away along with us. We should pass all the knowledge we earn to the next generation. Then only next generation will be fulfilled and fruitful. So this is the message I want to pass this, because all children, even though they are intelligent and they are very much talented in academic career, but they have to join to any one of the kala, any one of the art form. Then only their mind will be developed. Their coordination and follow-up is very good, because from my side itself, I got 5 times call from this to attend this function. We love Suro Bharati! A day filled with pride, passion and promise. Kerala warmly embraced the spirit of Suro Bharati, and we look forward to many more inspiring chapters ahead.